ശ്രീ ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ പാലക്കാടത്തെ വിജയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം, രണ്ടാം സ്ഥാനത്തേക്ക് സി കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നു. പി സരിൻ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. പി സരിനും CPM-ഉം LDF-ഉം ഒന്നാകെ. കാരണം പി സരിൻ UDF പാളയത്തിൽ നിന്നും LDF-ലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് പി സരിനെ കൊണ്ടുവന്ന് ഒരു അത്ഭുതം സൃഷ്ടിക്കാമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഒരുപക്ഷെ CPM നേതൃത്വത്തിനും LDF നേതൃത്വത്തിനും സ്വാഭാവികമായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ വേളയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. കാരണം കെട്ടിക്കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയെ, ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. പല ആൾക്കാരും ആ പാലക്കാട് ജില്ലയിൽ തന്നെ പ്രവൃത്തി തെളിയിച്ച, അനുഭവം തെളിയിച്ച, കഴിവ് തെളിയിച്ച ഒട്ടേറെ ആൾക്കാരുണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിന് പി സരിനെ സ്ഥാനാർത്ഥിയാക്കി എന്നത്, മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി പിന്തള്ളപ്പെടുമ്പോൾ ആ ഒരു ചോദ്യം പ്രസക്തമാവുകയില്ലേ ശ്രീ ജയചന്ദ്രൻ? ഇത് നമ്മൾ ഈ വർത്തമാനം പറയുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും, അതൊരു കാര്യം. പക്ഷേ കണക്കുകളാണല്ലോ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി നമുക്ക് ചിത്രം നൽകുന്നത്. അതാണല്ലോ സ്വയം സംസാരിക്കുന്ന കാര്യങ്ങളുള്ളത്. ഇപ്പം ഇന്നത്തെ ഇതിൻ്റെ അകത്ത് തന്നെ പേഴ്സൻറ്റേജ് നോക്കൂ. പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ UDF-ന് 2021 ജയിച്ചത് അന്ന് ഷാഫി പറമ്പലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ പേഴ്സൻറ്റേജ് 38.06% വോട്ടാണ് അന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ച ഷാഫിക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ന് കിട്ടിയത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് 42.6% രാഹുലിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ 4% വർധനവുണ്ട്. അവിടെ 4% വോട്ടിൻ്റെ വർധനവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കിട്ടുന്നത്. അതൊരു കാര്യം. രണ്ടാമത് നോക്കേണ്ടത്, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ആണല്ലോ. BJPക്ക് 2021 35.34% അവരുടെ വോട്ടുകൾ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. 35.34% BJPക്ക് 2021 പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച വോട്ട്. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ മെട്രോമാൻ ശ്രീധരനായിരുന്നു അന്ന് മത്സരിച്ചത്. ഇപ്പോൾ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ കിട്ടുന്നത്, BJP കിട്ടുന്നത് 28.91% വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 6.43%, 6.25% വോട്ടിൻ്റെ കുറവാണ് BJPക്ക് വരുന്നത് അവിടെ. അപ്പോൾ പിന്നെ അടുത്ത് നോക്കേണ്ട മൂന്നാമത് നിന്ന് LDF ആണല്ലോ. LDF-ന് 2021 കിട്ടുന്നത് 25.64% കിട്ടുന്നത് CP പ്രമോദ് മത്സരിക്കുമ്പോൾ. ഇപ്പോൾ സരിനാണ് ഇപ്പോൾ മത്സരിച്ചത്. അപ്പോൾ അവിടെ വരുമ്പോഴേക്ക് 27.4% സരിന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 1.76% വോട്ട് കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കണക്ക് എന്താണ് വ്യക്തമാക്കുന്നത്? സരിൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ അയാളെ പ്രസൻറ്റ് ചെയ്തത് LDF-ന് തെറ്റിയിട്ടില്ല, പെശകിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കുകൾ നമ്മോട് പറയുന്നത്. പക്ഷെ കണക്കുകൾ പറയുന്നത് ഇവിടെ ഈ 2021 36,433, ഇപ്പോൾ 37,293 അങ്ങനെയുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കണക്കുകളുടെ അന്തരം ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സരിൻ വന്നപ്പോൾ LDF-ന് നേടാനായത് ഏകദേശം 800-ലധികം വോട്ടുകൾ മാത്രമാണ് എന്നാണല്ലോ. അതെ, ഞാൻ പറഞ്ഞ ഇത് പേഴ്സൻറ്റേജ് വൈസാണല്ലോ നമ്മൾ ഇലക്ഷനെ അന്തിമമായി അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ ആ പേഴ്സൻറ്റേജ് വൈസായിട്ടാണ്. ഇപ്പോൾ ഈ നമ്പറിൽ വ്യത്യാസം വരാം, പലപ്പോഴും വരാം. താങ്കൾ പറഞ്ഞ 800 അല്ല, 915 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പേഴ്സൻറ്റേജ് വൈസ് എത്രയാണെന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു അനാലിസിസിൽ വരേണ്ടത്. അതാണ് കൃത്യമായി. അല്ല ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ശതമാനക്കണക്കിലാണെങ്കിലും ഈ വോട്ട് കണക്കുകളായി കഴിഞ്ഞാലും സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി
ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഒരു UDF-ൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ സ്വാഭാവികമായും LDF-ന്റെ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടല്ലോ, UDF-ന്റെ ചില വോട്ടുകളെ അടർത്തിയെടുക്കാൻ സാധിക്കും. പി സരിൻ എന്നുള്ള ആ വ്യക്തി പ്രഭാവം ഉണ്ടെങ്കിൽ അത് വോട്ടുകളായി ശേഖരിക്കാൻ കഴിയും. പക്ഷേ അത്രത്തോളം LDF പാളയം കരുതിയതുപോലെ ഒരു പി സരിൻ പ്രഭാവം ഉണ്ടായിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കുക തന്നെ വേണം. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിലെന്താ തർക്കമുള്ളത്? ഒരു തെറ്റുമില്ല. താങ്കളുടെ ആ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. അവർ പ്രതീക്ഷിച്ച അത്രയും ഒരു മുന്നാക്കം വന്നിട്ടില്ല സരിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് എന്നുള്ളത് ഒരു തർക്കമില്ലാതെ തന്നെ പറയേണ്ട കാര്യമാണ്. അതിലൊന്നും ഒരു സംശയം എനിക്കില്ല. അതിനെ അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ നോക്കുമ്പോൾ ഈ മെട്രോമാൻ E. ശ്രീധരൻ 2021 ഇലക്ഷനിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 50,220 വോട്ടാണ്. 50,220 വോട്ട്. അതേസമയം ഇപ്പോൾ കൃഷ്ണകുമാറിന് കിട്ടുന്നതോ 39,529 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസം വരുന്നത് 10,691 വോട്ടിൻ്റെ വ്യത്യാസം നേരെ അവിടെ വരികയാണ്. ആ വോട്ട് എങ്ങോട്ട് പോയി? ഈ 10,691 വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയത് 39,529 ഇത്തവണ കിട്ടിയുള്ളൂ, 40 തികഞ്ഞില്ല. അദ്ദേഹത്തിന് കിട്ടിയത് 50,220. ആർക്ക്? മെട്രോമാന് കിട്ടിയത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് ഉള്ളത്. 10,691 വോട്ടെന്ന് പറയുന്നത് അത് BJPക്കാരല്ല എന്ന് മനസ്സിലാക്കട്ടെ. ആ വോട്ട് മെട്രോമാന് കിട്ടിയ വോട്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ടാണ്, അദ്ദേഹത്തിനോടുള്ള മാസപ്പീലിന് കിട്ടിയ വോട്ടാണ്. അങ്ങനെയാണ് ആ വോട്ട് വരുന്നത്. അത്രയും വോട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. ഇത്തവണ ആ വോട്ട് കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. എങ്ങനെ രാഹുലിനത് പോയി? അത് BJP വോട്ടായതുകൊണ്ടാണോ? അല്ല, ഞാൻ അങ്ങനെ കരുതുന്നയാളല്ല. ആ വോട്ട് നേരത്തെയും അവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ വോട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന വോട്ടാണത്. പക്ഷേ കഴിഞ്ഞ തവണ അത് പോയത് മെട്രോമാനാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അദ്ദേഹത്തോടുള്ള താല്പര്യം. ഇത്തവണ അത് കൃഷ്ണകുമാറിനുള്ള താല്പര്യമില്ലായ്മയായിട്ട് തന്നെ വന്നു. കാരണം അത് BJPയുടെ പരമ്പരാഗത വോട്ടിൽ പെടുന്നതല്ല. അതുകൊണ്ട് ആ വോട്ട് സ്വാഭാവികമായും രാഹുലിന് പോയി. അതങ്ങോട്ട് ചാനലൈസ് ചെയ്യാനായിട്ട് അവർക്ക് മറ്റു മാർഗങ്ങളും കിട്ടി. അതിലൊരു പക്ഷേ BJP അനുഭാവികളുടെ വോട്ടില്ല എന്നും പറയാൻ കഴിയില്ല കേട്ടോ. BJPക്കാരുടേതല്ല, BJPയെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന, അംഗീകരിക്കുന്ന ആൾക്കാരുടെ വോട്ടുകളുണ്ടല്ലോ, സ്വാഭാവികമല്ലേ? അത്തരം വോട്ടുകളുണ്ട്. അതിൽ സന്ദീപ് ഫാക്ടറും ഉണ്ടാകാം, സന്ദീപ് വാര്യർ ഫാക്ടറും അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാവാം, മേ ബി. അതങ്ങനെയാണ്. അത്രയും വോട്ടുകളും കിട്ടുന്നത് രാഹുലിനാണ്. അതിൽ ഒരു ഷെയർ പോലും സരിന് കിട്ടിയിട്ടില്ല എന്നുള്ളിടത്താണ് ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞ ആ നിഗമനത്തിനോട് ഞാൻ യോജിച്ചത്. LDF ഉദ്ദേശിച്ചതുപോലെ ഒരു മുന്നാക്കം വരല് ഉണ്ടാകാൻ കഴിഞ്ഞില്ല LDF-ന്. അതേസമയം രാഹുലിനെ സംബന്ധിച്ചോളം ശരിക്കും ഒരു ലീപ്പ് ഫോർവേഡാണ് സംഭവിച്ചത്. ആ ലീപ്പ് ഫോർവേഡ് ഉണ്ടായത് മെട്രോമാന് കിട്ടിയ വോട്ടുകളുടെ മേജർ ഷെയർ, ഈ 10,000 വോട്ടുകൾ അപ്പാടെ അദ്ദേഹത്തിന് വരുന്നുണ്ട്, രാഹുലിന് വരുന്നുണ്ട്. അതാണ് അവിടെ ഈ നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് ഈ വർഗീയ സ്വാധീനം എന്നൊന്നും ഞാൻ ആരോപിച്ചിട്ടില്ല. ഞാൻ ഈ പ്രിയപ്പെട്ട പാനലിസ്റ്റ് ആയിട്ടുള്ള ദീപ പറഞ്ഞതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് കൗശലം കൊണ്ടുവരാനോ CPM-ന്റെ ന്യായവാദങ്ങൾ നടത്താനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. മുൻപേ പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ലല്ലോ. പക്ഷേ വസ്തുത നമ്മുടെ മുമ്പിൽ എന്താണ്? അവർ എന്താണ് പറയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ഓഫീസിൽ മുമ്പിൽ നിന്നാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത്, ആഹ്ലാദ പ്രകടനം നടത്തിയത്. അത് CPM തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും. എത്ര വിചിത്രമായ വിദണ്ഡവാദമാണത്! അങ്ങനെയാണ്. വസ്തുത അതല്ലല്ലോ, നമ്മുടെ മുമ്പിലുള്ള വസ്തുത അതല്ലല്ലോ. നിങ്ങൾ ആ വോട്ടുകൾ സ്വീകരിച്ചതിലൊന്നും എനിക്ക് തർക്കമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. KC വേണുഗോപാൽ പറഞ്ഞു ആരുടെ വോട്ടും ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പാനലിസ്റ്റ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതല്ലേ, സന്ദീപ് വാര്യർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തെ കൊണ്ടുവരാൻ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ബഹളം ഒന്ന് കഴിഞ്ഞിട്ട് കൊണ്ടിരുന്നുള്ളൂ, ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞതാരാണ്? VD സതീശനല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്സ് മറ്റ് പലതും അകത്ത് നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ തുറന്ന് പുറത്തേക്ക് വരുന്നുമുണ്ട്.
പ്രതിപക്ഷ നേതാവ് തന്നെയല്ലേ ഈ കാര്യം പറഞ്ഞത്? ഞാനല്ലല്ലോ ഇവിടെ ആരോപിക്കുന്നത്, അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യം. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞ വ്യക്തമാണ്. കാരണം പി സരിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും LDF-ന് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം അത് ആധികാരികമെന്ന് പറയുമ്പോഴും അവിടെ ചില ശക്തികളുടെ ഇടപെടൽ അത് ആ വിജയത്തിന് എത്രത്തോളം മങ്ങലേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട്. രണ്ടാം സ്ഥാനത്ത് സി കൃഷ്ണകുമാർ എത്തുമ്പോൾ ആധികാരികമായ ഒരു മുന്നേറ്റം സി കൃഷ്ണകുമാറിന് സ്വാഭാവികമായും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ ഒരു മികച്ച വിജയത്തിലേക്ക് എത്താനുള്ള ഒരു നാന്ദി കുറിക്കുക എന്നുള്ള ഒരു പ്രക്രിയ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ട് എന്നുള്ള വസ്തുത ശുഭകരമാണ് എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.